ബ്രിട്ടനിലെ NHS ഭയങ്കര സീരിയസ് ആണ് സംഭവം. കാരണം ഇന്നത്തെ പത്രങ്ങളിൽ നിന്ന് എടുത്തു നോക്കുക. അതിനകത്ത് ഞാൻ ഇന്നലെ പറഞ്ഞു ഏകദേശം 13,000 പേരുടെ ജോലി പോയി. ഇപ്പോഴും പുതിയ ഡേറ്റ വരികയാണ്. 13,000 അല്ല, ഏകദേശം 2 വർഷം കൊണ്ട് 15,000 പേരുടെ ജോലിയാണ് പോകുന്നത്. എടുത്തു നോക്ക്. സണ്ണിൽ വന്നിട്ടുണ്ട്, ഗാർഡിയനിൽ വന്നിട്ടുണ്ട്, ടെലഗ്രാഫിൽ വന്നിട്ടുണ്ട്, ഡേറ്റ ഉൾപ്പെടെ. എൻ്റെ ചില ഗ്രാഫിക്സ് ഞാൻ പറയാം. ടോട്ടൽ NHSൻ്റെ ടോട്ടൽ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞ 13 ലക്ഷം പേരാണ്. അപ്പം അതിനകത്ത് നേഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് എന്ന് പറയുന്നത് ഏകദേശം 3,30,000 പേരാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിനിക്കൽ സപ്പോർട്ട് സ്റ്റാഫ് എന്ന് പറയുന്നത് 2,90,000 ആണ്. അതേപോലെ സയൻറ്റിഫിക് ടെക്നിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് 1,63,000 ആണ്. ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് 1,33,000 പേരാണ്. ഇതാണ് അവരുടെ ടോട്ടൽ വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോബ് ലോസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര പേർക്ക് ജോബ് പോകും? ഒരു ഏകദേശ കണക്ക് ഈ പറയുന്ന പത്രങ്ങൾ പറയുന്ന കണക്ക്, പിന്നെ കുറച്ച് ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് മറ്റുള്ള പല വെബ്സൈറ്റ് അതിനെപ്പറ്റി കണക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് പൊട്ടൻഷ്യലായിട്ട് പെട്ടെന്ന് ജോലി പോകുന്നത് അത് ഏകദേശം 8,300 പേരുടെ ജോലി പോകും.